ഇപ്പൊ നമുക്കറിയാം സർ, KT ജലീൽ എന്ന് പറയുന്ന ആ ഒരു മുൻ മന്ത്രിയായിരുന്നു, ഇപ്പോൾ MLA ആണ്. ആ വ്യക്തി എങ്ങനെയാണ് CPM-ലേക്ക് എത്തിയതെന്ന് നമുക്കറിയാം. സിമി എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച ഒരു സംഘടനയിൽ നിന്ന്, തീവ്രവാദ സംഘടന, ഭീകര സംഘടനയിൽ നിന്ന് വന്ന വ്യക്തി, അതിനുശേഷം അതേപോലെ തന്നെ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, ഈ പറയുന്ന PV അൻവർ, ഇവരൊക്കെ സ്വതന്ത്രരായി വരുന്നു, പാർട്ടിയെ അപ്പാടെ വിഴുങ്ങുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ ഒരു ത്രയം മാത്രമല്ല, വേറെയും ഒരുപാട് ഉയർന്ന ആളുകൾ ഇനി പുറം ലോകം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളൊന്നും കാണാതിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്, അറിയാതിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അത്തരത്തിൽ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നത് ഏത് രീതിയിലുള്ള കളിയാണ് എന്നുള്ളത് എങ്ങനെയാണ് സാറിന്റെ ഒരു വീക്ഷണത്തിൽ വരുന്നത്? അത് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, കാരണം ഇവർക്ക് ഞങ്ങളെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്തുകൊണ്ട് എന്നുള്ളത് നമ്മളിവിടെ വിശദീകരിച്ചു. പിണറായി വിജയന്റെ തല ഇവരുടെ കക്ഷത്തിൽ, അതല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഒരുപാട് തെളിവുകൾ കയ്യിലുണ്ട് എന്നിരിക്കും നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു മുന്നിട്ട് വരുമ്പോൾ, ഈ മലബാർ കലാപം നമ്മൾ കണ്ടതാണ്. ആ കലാപം പോലെ തന്നെ ജിഹാദിവൽക്കരിക്കപ്പെട്ട അവരത് ഹൈജാക്ക് ചെയ്തോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ പാർട്ടി ഇതേപോലെ ഇവർക്ക് ഹൈജാക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇത് തിരിച്ചറിയുന്ന ഒരു നിമിഷം വരില്ലേ സാർ? എങ്ങനെയാണ് ഈ ഒരു 3 പേരുടെ ഈ ഒരു നീക്കത്തെ അതും കൂടെ കൂട്ടിയിണക്കി പറയുമ്പോൾ? അതായത് ഇത് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും സഖാക്കന്മാരെ, ഹിന്ദു സഖാക്കന്മാരിൽ ഒരു 80% സഖാക്കന്മാർക്ക് ഇതറിയാം. പക്ഷെ ശബ്ദിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ബൈജു മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞു. മലപ്പുറം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ഉത്തര മലബാർ, അവിടുത്തെ ഹിന്ദു അവസ്ഥ ഒന്ന് നോക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആട്ടെ, കോൺഗ്രസ് ഹിന്ദു ആട്ടെ, ഏത് ഹിന്ദു ആട്ടെ, 1 ഏക്കർ സ്ഥലം ജനപ്പെടുന്ന എത്ര ഹിന്ദു? ഞാൻ പോകുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, 5 സെന്റ്, 10 സെന്റ്, 2 സെന്റ്, 3 സെന്റ്, കുടുംബത്തിലെ ഭൂമി എല്ലാം കൂടെ ഒന്നിച്ചുള്ള 2 ഏക്കർ വീതം വെച്ച പിന്നെ സെന്റ്. ഇവർക്കൊക്കെ ജീവിതം എവിടെയാണ്? 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജോലിക്കാർ, ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജോലിക്കാർ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കില്, കോപ്പറേറ്റീവ് സൊസൈറ്റിയില്, അല്ലെങ്കിൽ സഹകരണ ആശുപത്രിയില്, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശമ്പളം പറ്റുന്നത് കൂടി വന്ന 5000 രൂപ, അത്രയ്ക്കുള്ളൊന്നുമില്ല. അതിക്കുള്ളത് ഈ പാർക്ക് വേണ്ട. അങ്ങനെയുള്ളവര്, അല്ലെങ്കിൽ ഇക്കാക്കായുടെ കടയിൽ തറ തുടയ്ക്കാൻ നിൽക്കുന്നത്, ഷട്ടർ നോക്കാൻ നിൽക്കുന്നത്, പൊടിയെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത്, കണക്കെഴുതാൻ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ പണി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലബാറിൽ ഹിന്ദുവിന് ഇത് അറിയാം, പക്ഷെ മിണ്ടാൻ. നാളെ നീ പഠിച്ചു തരണ്ടെന്ന് പറഞ്ഞാൽ കഞ്ഞുകൂടി മുട്ടും. അതുകൊണ്ട് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് പൊക്കിപ്പിടിക്കും. പിണറായി വിജയൻ ഇതിൽ സിന്ദാബാദ് വിളിക്കും. കോൺഗ്രസ്സുകാർക്ക് ഇനി വോട്ട് ചെയ്യും. കാരണം കഞ്ഞി കുടിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ പറയുന്ന ജിഹാദികളുടെയും കടയിൽ പണി വെച്ചിട്ടാണ് എന്നുള്ള ഗതികേട് നിലനിൽക്കുന്നിടത്തോളം കാലം സത്യം അറിഞ്ഞാലും ഒന്നും മിണ്ടാൻ പറ്റിയാണ്. അപ്പൊ നമ്മൾ മഹാഭാരത ഭീഷ്മരെ കുറിച്ച് പറയും. ആ ഭീഷ്മര് വിവരമില്ലാത്ത ആളില്ല, കഴിവില്ലാത്ത ആളില്ല. അവസാനം ചോദിക്കുന്നുണ്ട് പാഞ്ചാലി, അങ്ങ് അതായത് കരശയ്യയിൽ മരണം കാത്ത് കിടക്കുന്ന സമയത്ത് പാഞ്ചാലി പോയിട്ട് ഭീഷ്മർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാമഹനായിട്ടുള്ള അങ്ങ് എന്നെ വസ്ത്രഭേദം ചെയ്ത സമയത്ത് കൗരവസഭയിൽ അക്ഷരം മിണ്ടിയില്ല, ആയുധം തൊട്ടില്ല, അരുതെന്ന് പറഞ്ഞില്ല, അങ്ങ് അനുമതിക്ക് കൊടുത്തുകൊണ്ടാണ്. അപ്പോ ശരശയ്യയിൽ മരണം കാത്തു കിടക്കുന്ന ഭീഷ്മർ പറഞ്ഞൊരു മറുപടി, ഞാൻ ദുര്യോധനന്റെ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നാവ് പൊങ്ങിയില്ല മകളെ എന്ന് പറയേണ്ടി വന്നു. അതുപോലെ ശരശയ്യയിൽ കിടക്കുന്ന ഹിന്ദു, ഉത്തര മലബാറിൽ ശരശയ്യയിൽ കിടക്കുന്ന ഹിന്ദു സത്യം എന്താണെന്നറിയാം? ആയുധം കയ്യിലുണ്ട്, പക്ഷെ നാവ് ഇല്ല, ആയുധം എടുക്കാൻ പറ്റില്ല, ഇവന്റെ കഞ്ഞി കുടിക്കുകയാണ്, ഈ പറയുന്ന കഞ്ഞി കുടിക്കുകയാണ്. അത് ആ ഗതികളിലാണ് മിണ്ടാത്തത്. പക്ഷേ തിരിച്ചടിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളിൽ തിരിച്ചടിച്ച ചരിത്രം നമുക്കറിയുന്നു. ശബരിമല വിഷയം ഉണ്ടായി, അതുപോലെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഗതി കെട്ടാൽ കേരളം കഴിയും എന്ന് പറയുന്നത് പോലെ ഒരു തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിയാണ് ഈ പ്രശ്നങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള പരിഹാരം.
സർ, നമുക്കറിയാം BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ 3ാം കിരീടധാരണവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇനിയിപ്പോൾ BJPയുടെ മുന്നോട്ടുള്ള നീക്കുപോക്കുകൾ എല്ലാ സംഭവവികാസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ നമ്മൾക്ക് ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എന്ന രീതിയിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും. എങ്ങനെയാണ് BJPയുടെ മുന്നോട്ടുള്ള നാളുകളിൽ എങ്ങനെയാണ് വരിക? മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ പാർട്ടിക്കാരായിക്കോട്ടെ, പുറമെ പാർട്ടിക്കാരായിക്കോട്ടെ, കോൺഗ്രസ് അല്ലെങ്കിൽ സഖാക്കളോ ആയിക്കോട്ടെ, ഇവരോടൊക്കെ പറയാനുള്ള ഒരു സന്ദേശം കൂടി എങ്ങനെയായിരിക്കും സാർ പറയുക? ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയങ്ങളെല്ലാം കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളോട് കൂടി ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഉചിതമായ സമയത്ത് കൃത്യമായി പ്രതികരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നമ്മൾക്കറിയാം, ഇത് ജനകീയ സമരങ്ങളൊക്കെ അടിച്ചമർത്തുന്ന രീതി പിണറായി വിജയന്റെയും CPM-ന്റെയൊക്കെ എക്കാലത്തുമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റിനും അവർ അമേദ്യം നിറച്ചുകൊണ്ട് എന്ന രീതിയിൽ തന്നെ, അതിന് മറ്റു ഭാഷയാണ് പറയേണ്ടത്, പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത്തരത്തിൽ ചെയ്തിട്ടുള്ള സമര കോലാഹലങ്ങൾ, ആഭാസതരങ്ങളൊക്കെ കണ്ടിട്ടുള്ള മലയാളിക്ക് ഇന്ന് BJP-യുടെ അതല്ലെങ്കിൽ യുവമോർച്ചയുടെ സമരങ്ങളൊക്കെ അതിന് നേരെയും അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമരത്തിന് നേരെയും ഒക്കെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടിച്ചമർത്തുന്ന രീതിയും കാണുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തിയാൽ തീരുന്നതാണോ ഈ പിണറായി വിജയന്റെ ധാർമ്മികത? ധാർമ്മികതയും ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത ആളാണ് പിണറായി എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്ത് ഒട്ടേറെ പ്രമുഖർ അതല്ലെങ്കിൽ ആ ഒരു അറിവുള്ളവരൊക്കെ ഇരുന്നിട്ടുള്ള ഒരു സ്ഥാനമാണ്, അത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ചെയ്തു കൂട്ടുന്ന ഈ പിണറായിയുടെ ഈ ഒരു ദുഷ്ടമുഖത്തെ എങ്ങനെയാണ് സർ പ്രേക്ഷകരോട് പച്ചയ്ക്ക് തുറന്ന് പറയുകയാണ്? പച്ചയ്ക്ക് തുറന്നു പറഞ്ഞാൽ അല്പം കണ്ടുപോകും. അതായത് ഇവിടെ BJP ഉണ്ട്, ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടുത്തെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും മുഖത്ത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാതെ ചാടി വേണ്ടി വന്ന് സഹായിക്കാറുണ്ട്. അത് ഉരുൾപൊട്ടലാണെങ്കിൽ, കടലാക്രമണം അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള മഹാമാരിയാണെങ്കിലും ഏതൊരു പ്രശ്നത്തിന് മുന്നിലും വരാറുണ്ട്. ഗ്രാമഗ്രാമാന്തരങ്ങളിലെ എല്ലാ വിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുമുണ്ട്, സ്കൂളുകളുണ്ട്, എന്ന് തുടങ്ങിയ എല്ലാ രംഗത്തും. പക്ഷെ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ ഇതേ ആനുകൂല്യങ്ങൾ കിട്ടുന്ന കേരളത്തിലെ മലയാളി, അതായത് സംഘപരിവാറിന്റെ സൗകര്യവും സേവനവും സഹായവും ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന മലയാളി ഇലക്ഷൻ വരുമ്പോൾ നേരെ തിരിച്ച് BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ LDF ജയിപ്പിക്കും, ചിലപ്പോൾ UDF ജയിപ്പിക്കും. അങ്ങനെയുള്ള മലയാളി അവര് ചെയ്ത പ്രവൃത്തിയുടെ സ്വയംകൃത അനർത്ഥത്തിന്റെ ഫലം അനുഭവിക്കുകയാണ്. അവര് ചെയ്ത പാപമാണ് LDF-നെയും UDF-നെയും ജയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാപത്തിന്റെ ഫലം മലയാളി ഇനിയും അനുഭവിച്ചു തീർക്കാൻ ബാക്കിയുണ്ട്. അതിന് പരിഹാരം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ രണ്ട് മുന്നണികളെയും ഉപേക്ഷിച്ചുകൊണ്ട് BJP മുന്നണിയെ സ്വീകരിക്കുക എന്നുള്ള ഒരൊറ്റ രക്ഷാമാർഗമല്ലാതെ മലയാളിക്ക് ഇനിയൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മലയാളി യാഥാർത്ഥ്യം മനസ്സിലാക്കി BJP മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുന്നിടത്തോളം കാലം ഇത് സഹിച്ചിട്ടും ഇത് മലയാളി ചെയ്ത കർമ്മത്തിന്റെ പാപമാണ്. ആ പാപം സഹിച്ചേ പറ്റും. ഇപ്പൊ നമുക്കറിയാം സാർ, സുരേഷ് ഗോപി സാറിന്റെ തൃശ്ശൂരിലെ ആ ഒരു മത്സരം, ആ ഒരു കരുത്തുറ്റ അത്ര കണ്ട് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ജയം, ആ ജയത്തെ വെറും പൂരം കലക്കി ജയമാക്കി മാറ്റിയത് നമ്മൾ കണ്ടു. അത് ഇടതും വലതും മത്സരിച്ചുകൊണ്ട്, മാധ്യമങ്ങൾ മത്സരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ആ രീതിയിലേക്ക് ആക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴവിടെ അദ്ദേഹത്തിന് 50,000-ലധികം മുകളിൽ വോട്ട് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച അവരൊക്കെ മണ്ടന്മാരാണ് എന്ന രീതിയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് സാർ അതിനെ കൂടി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ജയം വെറും പൂരം കലക്കി ജയമായിരുന്നോ? എങ്ങനെയാണ് സാർ അതിന്റെ ആ ഒരു വീക്ഷണം? അത് രാഷ്ട്രീയ രംഗത്ത് മറുപടി പോലും വർദ്ധിക്കാത്ത ഒരു ആരോപണം. സുരേഷ് ഗോപിയുടെ വിജയം എന്താണ് എന്നുള്ളത് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഇപ്പൊ ഈ പൂരം കലക്കുന്ന ആരോപണം കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നത് BJP ഇടതുപക്ഷം സഹായിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ, അതായത് രാജാജി മാസിങ്ങിന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ സുനിൽ കുമാർ
16,000-ലധികം വോട്ടുകൾ കൂടുതലാണ് കിട്ടിയത്. മറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ ടി എൻ പ്രതാപിന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ മുരളീധരന് കിട്ടിയ വോട്ട് 87,000 വോട്ട് കുറഞ്ഞു. അപ്പൊ ആരാണ് ജയിച്ചത്? അപ്പൊ ആരാണ് ഈ പൂരം കലക്കേണ്ട ഗുണം കിട്ടിയത്? മറിച്ച് BJPക്ക് 1,20,000 വോട്ട് കൂടി. ഈ കണക്കുകൾ ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ആരോപണം അവിടെ തന്നെ അവസാനിക്കും. തിരുമണ്ടനായിട്ടുള്ള BD സതീശനെ കൊണ്ടല്ലാതെ സെൽഫ് ഗോൾ അടിച്ചിട്ട് ഇതുപോലെ മലന്ന് കിടന്ന് തുപ്പാൻ പറ്റില്ല.